ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, സഹനത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് വേവുകയാണ് എല്ലാവരും. ചേച്ചി വീണ്ടും മനസ്സിലാക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് തന്നെ ഞാനത് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ വചനം നമ്മോട് പറയാണ്, ഹെബ്രായർ 10:36, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. കേട്ടില്ലേ എന്റെ മക്കള്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. എത്രത്തോളം നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി വീണ്ടും പറയാണ്, ഇപ്പം നമ്മൾ വീട്ടിൽ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ മാറുകയാണ്, ഉടനെ അവിടെ നിന്ന് ഭയങ്കര സഹനങ്ങളും മറ്റുള്ളവരും നമുക്ക് തരും. അപ്പൊ കർത്താവ് നമ്മളോട് പറയാണ്, 1 പത്രോസ് 4:14, ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിന്റെ ആത്മാവ്, അതായത് മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകം നിങ്ങളെ വെറുക്കും. ഇത് കർത്താവ് ആവർത്തിച്ച് എടുത്തു പറയുന്നൊരു വാക്കാണ്. എന്നാൽ 1 കൊറിന്ത്യസ് 15:19 പറയാണ്, ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. ലോകത്തിന്റെ പ്രീതിയാണോ നീ അന്വേഷിക്കുന്നത്? ദൈവം ചോദിക്കുന്നു. സഹനങ്ങൾ ഉണ്ടായിരിക്കും മക്കളെ, ഭയങ്കര സഹനമായിരിക്കും നമ്മുടെ ജീവിതത്തില്. ഈ സഹനങ്ങളിൽ പലതും കർത്താവ് നമ്മോട് പറയാണ്, ഞാൻ നിനക്ക് ഈ സഹനം മുഴുവൻ അവരാ 40 ദിവസമൊക്കെ ആ മരുഭൂമിയിലൂടെ കടത്തിവിട്ടു. എന്നിട്ട് കർത്താവ് പറയാണ്, കർത്താവാണ് ദൈവമെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. നിയമാവർത്തന പുസ്തകത്തിൽ പറയാണ്. ഇത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ്. ജെറേമിയയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടിയിൽ ഏർപ്പെടും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ, ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ കുട്ടികള്, അവർ എന്നിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഹല്ലേലൂയ. എന്നിട്ട് പറയണ, എന്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും. അല്ലാതെ എന്റെ അടുക്കൽ വരാൻ ആരാണ് ധൈര്യപ്പെടുക? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. ഏശയ്യ 48:10, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തതെന്ന് ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേര് കെടുക്കുകയാണ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ കർത്താവിനെ. അപ്പോ ഈ ലോകത്തില് ഓരോ സഹനം തീരുമ്പോൾ അടുത്ത സഹനം, പരീക്ഷകൾ എന്നാണ് വചനം നമ്മോട് പറയുന്നത്. അതിന് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുവിൻ. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കഷ്ടതയുടെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രൈസ് ദി ലോർഡ്. അലക്കുകാരന്റെ കയ്യിലെ കാരം പോലെ അവിടുന്ന് ഉപവിഷ്ടനായി നമ്മെ ശോധന ചെയ്യുമത്രേ. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ വെള്ളാറം കല്ല് പോലെ ആക്കിയെടുക്കും കർത്താവ്. മോശയ്ക്ക് കർത്താവ് കുറെ കാലം കൊണ്ടു നടന്ന് മലമുകളിൽ പോയി 10 കൽപ്പന കൊടുത്തു, സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് മോശയുടെ മരണത്തിന് മുന്നമേ മോശ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കർത്താവ് അനുസരിക്കുകയായിരുന്നു. മക്കളെ, ആയിക്കൊള്ളട്ടെ, നീ എന്താണോ പറയേണ്ടത് അതുപോലെ ചെയ്യാം. എന്നാ ശരി. കർത്താവിന് അവനോട് ജനത്തോട് ഇവന്റെ മാധ്യസ്ഥം കേട്ടപ്പം കർത്താവ് ഇവനോട് ദയ തോന്നി എന്നാണ് പറയുന്നത്. ദയ തോന്നി മോശയോടുന്ന്. ഹല്ലേലൂയ. ഇത് കർത്താവ് എന്താണോ ഒരു തീരുമാനം വെച്ചത് ആ തീരുമാനം കർത്താവ് മാറ്റിയത്രേ. ആ തീരുമാനം കർത്താവ് മാറ്റി എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും കർത്താവിനോട് കർത്താവ് പറഞ്ഞു, നീ ആ തേനും പാലും ഒഴുകുന്ന ദേശം കാണില്ല. അത് കാണാൻ ഞാൻ ജോഷുവയാണ് നിയോഗിച്ചിരിക്കുന്നത്. അവനാണ് മറ്റുള്ളവരെ അങ്ങോട്ട് നയിക്കുകയാണ്. അപ്പം കർത്താവ് വീണ്ടും കർത്താവിന്റെ മുൻപില്
മോശ കരം നീട്ടി യാചിക്കുകയാണ്, എന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് കേൾക്കുന്നത്. കർത്താവ് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി നീ എന്നോട് ഒന്നും സംസാരിക്കേണ്ട. എന്നിട്ട് കർത്താവ് പറഞ്ഞു അത്രേ, നീ കയറി ആ മുകളിൽ പോയിക്കൊള്ളൂ, പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്നാൽ ഈ ജോർദാൻ നീ കടക്കില്ല. ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. കണ്ടു, നീ എന്നോട് സംസാരിക്കേണ്ടാന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അവിടെ അവസാനം ഒരു തീരുമാനം കണ്ടു, നീ അതൊക്കെ ഒന്ന് നോക്കി കണ്ടുകൊള്ളുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മേഖലകളില് ചില ഇതുകൾ ദൈവം അനുവദിച്ചു വെക്കും. യേശുവേ നന്ദി. അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടൊന്നുമല്ല. മോശെ കർത്താവ് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ താബോർ മലയില് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നില്ലേ, മോശയും ഏലിയായും അപ്പുറയും ഇപ്പുറയും വന്നുകൊണ്ടാണ് നമ്മുടെ യേശു രൂപാന്തരപ്പെട്ടതും ആ രൂപം കൂടി നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ മോശ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മൾ ഏലിയ പ്രവാചകനെ നോക്കൂ. ആ കാക്ക ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു അത്രേ. എന്നിട്ട് ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു വന്നു. ഞാനായിരുന്നെങ്കിൽ ആ കാക്ക കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണം കഴിക്കില്ല. എന്താ, കാക്ക എവിടെ ഇരിക്കുന്നത്? കാക്ക വൃത്തിയുള്ള ഒരു പക്ഷിയാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പൊ നമുക്കൊരു വിഷമം തോന്നാം. പക്ഷെ അതും ഏലിയ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ദൈവം ചെയ്യിച്ചു. അങ്ങനെയും ദൈവം പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് പരീക്ഷകൾ വരുമ്പോഴും ഈ ലോകത്തിലാണ് ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാനാണ്. എന്റെ കർത്താവ് എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു, എന്റെ ഓരോ മേഖലകളും ദൈവം അറിയുന്നു എന്ന് എന്റെ കുട്ടികൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അവസാനം മോശ ഇവരോട് കുറച്ച് സംസാരങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന ആദ്യത്തെ ഒരു ശബ്ദം ഒന്ന് കേൾക്കും എന്റെ കുട്ടികൾ. മുകളിൽ നിയമാവർത്തനം 4:39, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ. കണ്ടു, മോശ അവസാനം പറഞ്ഞു കൊടുത്തിട്ട് പോവാണ്. കർത്താവിനെ തൊട്ടവരെ, കർത്താവിനെ കണ്ടവരെ, ഇതാണ് ലോകത്തോട് പറയുക. ചേച്ചിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ആകാശത്തിലും ഭൂമിയിലും നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റൊരു നാമവുമില്ല, യേശു മാത്രം. ജെറേമിയയുടെ പുസ്തകത്തില് ജെറേമിയ 16 അധ്യായത്തില് കർത്താവ് പറയണേ, ജെറേമിയോട് പറഞ്ഞു കൊടുക്കണതാണ്. അതെ, അവരുടെ പിതാക്കന്മാര് മോശമായിരുന്നു, അവരതിലും മോശ. അതുകൊണ്ട് അവരോ അവരുടെ പിതാക്കന്മാരോ അറിയാത്ത മറ്റൊരു ദേശത്തേക്ക് ഞാൻ അവരെ വലിച്ചെറിയുന്നു. രാവും പകലും അന്യദേവന്മാരെ ആരാധിക്കാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. കണ്ടു, കർത്താവ് പറഞ്ഞതാ, ഞാൻ അവരോട് കരുണ കാണിക്കുകയില്ല. രാവും പകലും, അത് പള്ളിയുടെ ഓരത്തൊക്കെയായിരിക്കും വീട് വെച്ച് താമസിക്കുന്നത്, പള്ളി പോവില്ല, കർത്താവിനെ ധിക്കരിക്കുന്നു. ഉടനെ തന്നെ കർത്താവ് അവിടെ നിന്ന് വലിച്ചെറിയുത്രേ. എന്നിട്ട് പറയുന്നു, നീ ഇനി അവിടെ പോയിരുന്നാൽ മതിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ എന്റെ അരികിൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ, ആത്മാവോടും കൂടെ അവർ എന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ അവർക്ക് ഇടവരുത്തുന്നു. ഹല്ലേലൂയ. ഞാനൊക്കെ എന്റെ പൊന്നുമക്കളെ ഈ സഹനത്തിന്റെ തീച്ചുളെ കൂടെ ഇങ്ങനെ പോകുമ്പോ കർത്താവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പയ്യങ്ങനെയെന്ന ഒരു പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞതാണ്. 14 സ്ഥലം, കുരിശിന്റെ വഴി 14 സ്ഥലം എടുത്ത് വായിക്കാൻ. അതൊന്നും എന്റെ കുട്ടികളെ ആലോചിച്ച് നോക്കൂ. എത്തി വിലാപയാത്ര കാൽവരി, അവിടെ വരെ എത്തിയുള്ളൂ അത്ര. ഞാൻ ഇനിയും കെടുക്കുകയാണ് 4 വഴികള്. ക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭാരപ്പെടല്ലേ. നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ സ്വർണം പോലെ നിങ്ങളെ കർത്താവ് ശുദ്ധി ചെയ്തെടുക്കുകയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ലോകത്തിലാണോ ഞാൻ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. എന്നിട്ട് ഉന്നതങ്ങളിലേക്ക് കണ്ണു നടുക, നിരന്തരം പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുക, കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കുക, വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിക്കുക.
ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.